I remember when we were staring at a photo. Don't forget the way you look me in the eyes. And I keep you in my heart. In my heart is where you are. I still think of you. I want you coming back. I remember when we were staring at a photo. Don't forget the way you look me in the eyes. And I keep you in my heart. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ചിക്കൻ വറുക്കാനായിട്ട് കൂട്ടി തിരുമ്മി വച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാലും ഞങ്ങൾ ചിക്കൻ അതിൻ്റെ കൂടെ ഇട്ട് ചോറിൻ്റെ കൂടെ ഇട്ടല്ല ഒരുക്കാറ്. അങ്ങനെ ഒരുക്കുന്നവരും ഉണ്ട്. എങ്കിലും ഞങ്ങളൊരു കുറേ ആൾക്കാർ ചിക്കൻ തിരിച്ച് റോസ്റ്റ് ചെയ്ത് അതുപോലെ ചോറ് തിരിച്ച് വിളമ്പി അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനും ആ വിധമാണ് എനിക്കും ഇഷ്ടമുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇത് ചിക്കൻ്റെ കഴുത്തെല്ല് അതുപോലെ മുട്ടെല്ല് അതൊക്കെ കുത്തി കുറുക്കി ഞാനൊരു കുറച്ച് വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് കഴുകി വാരിയിട്ട് അതിനകത്ത് ബേ ലീഫ് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉണക്ക അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നണ്ടല്ലോ എന്ന് ഇത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതൊരു പച്ച ഇല അത് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കൻ മല്ലി 2 എണ്ണം ഇട്ടിട്ടുണ്ട്, 2 ഇല. പിന്നെ ഞങ്ങൾ രമ്പ ഇലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ മണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്തൊന്നും നിൽക്കാൻ പാടില്ലാത്ത മാതിരിയുള്ള നല്ല ബിരിയാണിയുടെ ഒരു മണമാണ് പുറത്തേക്ക് വരുന്നത്. പയ്യ ഇലയ്ക്ക് നല്ല ഒരു പവറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് ഞാൻ അരി വയ്ക്കുന്നത്. അപ്പോൾ ഒരടപ്പത്ത് ഞാൻ സവാള വറക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ഈ സവാള ഒന്നിച്ചുള്ളത് ബിരിയാണിക്കും അതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനും ഉള്ളത് ഒന്നിച്ചാണ് ഇപ്പം ഞാൻ വറക്കുന്നത്. ഇടയ്ക്ക് കുറച്ചിങ്ങോട്ട് മാറ്റാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. ചിക്കൻ പൊരിക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ സവാള ഇങ്ങോട്ട് വഴറ്റി മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ വെളിച്ചെണ്ണയിൽ ചിക്കൻ വറുത്ത് കോരാലോ. അപ്പം അങ്ങനത്തെ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നേരത്തെ സവാള അടപ്പത്ത് വെച്ചേക്കുന്നത്. മൊത്തം ഒരു ഇതായിട്ട് ധൃതി പിടിച്ച് ആണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തോന്നിയ ഒരു ഇതാണ്. സവാള മൊരിച്ച് കോരി മാറ്റി പകുതി ഞാൻ വേറെ മാറ്റി വെച്ചേക്കാണ് കറിക്ക് അരയ്ക്കാൻ. അത് ഇത്രയും മൊരിയിച്ചിട്ടില്ല. അത് മൊരിച്ച് കോരിയോടൊപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുത്ത് കോരിയതാണ്. അതിനുശേഷം ദേ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഇത് ചിക്കൻ്റെ കഴുത്തും എല്ലും എല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളവും കൂടി അതിനകത്തേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഒരു അരപ്പാത്രം അരിയാണ് എടുത്തത്. അതായത് 1/2 കിലോ അരിയേ ഉള്ളൂ. അതായത് ആ അരിയുടെ ഇരട്ടി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അരപ്പാത്രം അരിക്ക് 1 പാത്രം വെള്ളമാണ് വച്ചിരിക്കുന്നത്. ആ വെള്ളം തന്നെ ചിക്കൻ ഇങ്ങനെ ഇത് എല്ലൊക്കെ വേവിച്ചെടുത്ത് ആ വെള്ളം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിൽ 1 പാത്രം വെള്ളമാക്കി ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇടുകയാണ്. ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ ഇതൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട്. പെരിഞ്ചീരകവും ഇടുന്നുണ്ട് കേട്ടോ. ഇനി പട്ട കറുവപ്പട്ട അരി ഇട്ടു. ഇനി അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാമാണ്. ഈ പാത്രത്തിൻ്റെ ഇത് കറ പിടിച്ചിരുന്നതോടെ എത്രമാത്രം തേച്ചാലും പോകാത്തൊരു കറയാണത്. ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ
കമഴ്ത്തി വെച്ചിരുന്നതാണത്. അപ്പം ഇന്നെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോണ്ട് എന്ത് ചെയ്താൽ തേച്ചിട്ടത് പോകുന്നില്ല. പുളിയും നാരങ്ങയും എല്ലാം ഇട്ട് തേച്ച് നോക്കി, പോകുന്നില്ല. ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ പാണ്. ഇനി കുറച്ച് ഉപ്പിടാൻ പോവുക. അല്പം ഡാൽഡ, 1 സ്പൂണ് ഡാൽഡ ഞാനതിൽ ചേർത്തായിരുന്നു. വെള്ളമൊക്കെ വറ്റി ഞാൻ ഇളക്കി കൂട്ടി തട്ടി പൊത്തി വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ പറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇതെല്ലാനും ചേർക്കാൻ പോവുകയാണ്. വേവിച്ച 1 പിടി ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവിയെടുപ്പിക്കും. വറുത്ത ചിക്കൻ കറിയാക്കി. സവാളയൊക്കെ ഞാൻ മുന്നേ വഴറ്റിയത് കാണിച്ച് തന്നിരുന്നല്ലോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, മസാല ഇട്ടു, തക്കാളിയും ചേർത്താണ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്തിട്ടാണ് വഴറ്റിയത്. അത് കുറച്ച് അരച്ച് ഗ്രേവി ഉണ്ടാക്കി 1 മുറി തേങ്ങയുടെ പാലും പിഴിഞ്ഞൊഴിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കറി. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി മോളും പിള്ളേരും ഒക്കെ വന്ന ആ നേരം കൊണ്ട് പിന്നെ ബാക്കി വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവരൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം ഇനി ഇതാണ് ചിക്കൻ കറി. എല്ലാവരും കഴിക്കുകയാണ്.